ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن. ഓ സ്ത്രീകളെ, നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളെ കാലിന് കരയുന്ന ചെരുപ്പ് ധരിച്ചിട്ടോ അല്ലെങ്കിൽ പാദസരം ധരിച്ചിട്ടോ അല്ലാതെയോ നിങ്ങൾ ശബ്ദമുണ്ടാക്കരുത് കേട്ടോ. എന്തുകൊണ്ട്? നിങ്ങളുടെ അഴകും ഭംഗിയും അത് മറച്ചു വെക്കേണ്ടതാണ്. അത് പ്രകടിപ്പിക്കാൻ വേണ്ടി ആളുകൾ തിരിഞ്ഞു നോക്കുന്ന വിധം കാലടിച്ചു പോലും ശബ്ദമുണ്ടാക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ അംഗീകരിക്കുന്നവരാണെന്ന് അതേ പറയുന്ന സ്ത്രീകൾ പച്ചയായി റോട്ടുമ്മലിറങ്ങിയിട്ട് അന്യപുരുഷന്മാരുടെ കൂടെ തൊട്ടുരുമ്മി സുബ്ഹാനല്ലാഹ് മുദ്രാവാക്യം വിളിക്കുകയാണ്, ജയ് വിളിക്കുകയാണ്, ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. ഞാൻ പറയട്ടെ, ആലിമീങ്ങളുടെ ആദരവെന്ന് പറയുന്നത് അവര് ദീന് തുറന്ന് പറയുമ്പോഴാണ്. ദീന് മറച്ചു വെച്ചാൽ ആലിമീങ്ങൾക്ക് ആദരവല്ല, മറിച്ച് ബിലുജാമിൻ തീ കൊണ്ടുള്ള വലിയ ചങ്ങലയാണ് കേട്ടോ. ആലിമീങ്ങൾ ദീൻ തുറന്നു പറയണം, സർവ പള്ളികളിലും പറയണം, എല്ലാ സ്റ്റേജുകളിലും പറയണം. ഈ പെൺ സ്ത്രീകളെ, മുസ്ലിം സ്ത്രീകളെ ഈ നിലക്ക് ഇറക്കി വിട്ട് ആ സ്ത്രീകൾക്ക് അന്യപുരുഷന്മാരുമായി തൊട്ടുരുമ്മി പ്രകടനം നടത്താനും ഇറങ്ങി പുറപ്പെടാനും ഒരിക്കലും ഒരു മുസ്ലിം പണ്ഡിതന് അംഗീകരിക്കാനും സാധ്യമല്ല. കുറെ സംഘടന ഉണ്ടായതുകൊണ്ട് കാര്യമായോ? സുബ്ഹാനല്ലാഹ്. കുറെ പണപ്പിരിവ് നടത്തിയതുകൊണ്ട് മാത്രം കാര്യമായോ? പോരല്ലോ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കണം, പുരുഷന്മാർക്കും പറഞ്ഞു കൊടുക്കണം. ഹറാം ഹറാമാണെന്ന് പറയണം. മഫാസിദു ഖുറൂജിഹിന്നൽ ആന മുഹഖഖത്തുൻ. ഇമാം ഹിസ്നി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അവരുടെ കാലഘട്ടത്തിൽ തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞില്ലേ, സ്ത്രീകൾ പച്ചയായി പുറത്തിറങ്ങുന്നതിനാലുള്ള നാശം അത് വളരെ കൃത്യമാണ്, അത് വളരെ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീകൾ പുറത്തിറങ്ങുന്നതിനെ സംബന്ധിച്ച് അസ്സവാബു അൽ ജസ്മു ബിത്തഹ്രീം, ആവശ്യത്തിനല്ലാതെ സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് ഹറാമാണെന്ന് മുറിച്ച് പറയണം. വൽ ഫത്വാ ബിഹി, അതേ നിലക്ക് ഫത്വ കൊടുക്കുകയും വേണമെന്ന് ഇമാം ഹിസ്നി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അതാ ലോകപ്രസിദ്ധ പണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അതവിടുത്തെ ഫത്വയിൽ എടുത്ത് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, മാ അഹ്സന കലാമഹു. ആ മഹാനായ ഇമാം ഹിസ്നി പറഞ്ഞ വാചകം എത്ര നല്ല വാചകമാണ്. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഹറാമും ഹലാലും ഇല്ല. പണ്ഡിതന്മാർ എന്തിനുള്ളതാ? പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ ദീൻ പറയാനുള്ളവരാണ്, ദീൻ പഠിപ്പിക്കാനുള്ളവരാണ്. ഖാലല്ലദീന ഊതുൽ ഇൽമ വൈലക്കും സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ. പരിശുദ്ധ ഖുർആൻ നോക്ക് നിങ്ങൾ. ഹാറൂൻ എന്ന് പറയുന്ന മുതലാളി, മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് എതിരെ പറഞ്ഞ ഖാറൂൻ മുതലാളി, അവന്റെ എല്ലാ ആഡംബരങ്ങളും ധരിച്ച് അവൻ അഹങ്കാരിയായി പുറത്തേക്ക് പോയപ്പോ ചില ആളുകൾ പറഞ്ഞുപോയി, ഖാറൂൻ മുതലാളിക്ക് കിട്ടിയതുപോലെ അമ്മക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞുപോയി. അപ്പോഴാണ് ആലിമീങ്ങൾ രംഗത്ത് വരുന്നു. ഖുർആൻ പറയാണ്, ഖാലല്ലദീന ഊതുൽ ഇൽമ, ഇൽമു നൽകപ്പെട്ടവർ ആ സമയത്ത് പറഞ്ഞതെന്താണ്? വൈലക്കും, നിങ്ങൾ പണത്തിന്റെ പിന്നാലെ പോവുകയാണോ? അധികാരത്തിന്റെ പിന്നാലെ പോവുകയാണോ? വൈലക്കും, നിങ്ങൾക്ക് നാശം. സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ. അല്ലാഹുവിന്റെ പ്രതിഫലം അതാണ് ഏറ്റവും ഖൈറ്. നിങ്ങളെ ഈ ഭൂമിലോകത്ത് സമ്പാദിക്കുന്ന പണങ്ങളോ
അധികാരങ്ങളോ അത് നൈമിഷികമാണ്. കുറഞ്ഞ കാലത്തേക്കാണ്. മരണത്തോടെ എല്ലാം തീർന്നു പോകുന്നതാണ്. നിലനിൽക്കുന്ന ലോകം അത് സ്വർഗലോകമാണ്. ആ സ്വർഗലോകത്തേക്ക് പോകുന്നതിന് പകരം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് ടീം നരകത്തിലാണെന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ കൂട്ടത്തിൽ പറഞ്ഞ ഒരു ടീം ഏതാണ്? നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത്. അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന ശൈലിയും സംസാരവും, അതേ ആകർഷിപ്പിക്കുന്ന സ്വഭാവവും ആകർഷിപ്പിക്കുന്ന രൂപവും, അതുപോലെ ശരീരത്തിൽ മറച്ചു വെക്കേണ്ട അതേ തലമുടി മറക്കാതെ, മാറിടം മറക്കാതെ, കൈത്തണ്ട മറക്കാതെ, ശരീരം കാണിച്ചു നടക്കുന്ന വസ്ത്രം ധരിച്ചാൽ തന്നെ ധരിക്കാത്ത രൂപത്തിലുള്ള സ്ത്രീകൾ, എല്ലാ ഭംഗിയും പ്രകടിപ്പിച്ച് നീങ്ങുന്ന സ്ത്രീകൾ, നബിതങ്ങൾ പറഞ്ഞില്ലേ ലാ യദ്ഖുൽനൽ ജന്ന, ആ സ്ത്രീകൾക്ക് സ്വർഗപ്രവേശനമില്ല. വലാ യജിദ്ന റീഹഹാ, അവര് സ്വർഗത്തിന്റെ പരിമളം പോലും എത്തിക്കൂല. വഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറതി കദാ വകദാ, എത്രയോ കിലോമീറ്റർ അകലെ നിന്ന് ലഭിക്കുന്ന സ്വർഗത്തിന്റെ സുഗന്ധം പോലും അത്തരത്തിൽ ഭംഗി പ്രകടിപ്പിച്ചിറങ്ങുന്ന സ്ത്രീകൾക്ക് അല്ലാഹു നൽകൂല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീസാണ്. ഈ ഹദീസ് എന്റെ ഉമ്മമാരെ നിങ്ങൾ മനസ്സിലുണ്ടാകണം. നിങ്ങൾ വേളം പഞ്ചായത്തിലുള്ള, വേളം പ്രദേശത്തുള്ള സ്ത്രീകൾ തഖ്വയുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഈമാനുള്ളവരാണെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളെ സ്വർഗം നഷ്ടപ്പെടുത്തി നരകത്തിലേക്ക് പോയിട്ട് നിങ്ങളൊരാൾക്കും ജയ് വിളിക്കാൻ ഇറങ്ങണ്ട. ഒരു പ്രകടനത്തിലും അന്യപുരുഷന്മാരോട് കൂടെ നിങ്ങൾ ഇറങ്ങി നടക്കണ്ട. പണ്ഡിതന്മാർ അവരെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിൽ നബിതങ്ങൾ പറഞ്ഞില്ലേ, മങ്കതമ ഇൽമൻ, ഇൽമു പഠിച്ചിട്ടത് മറച്ചു വെച്ചാൽ അൽജമഹുല്ലാഹു യൗമൽ ഖിയാമത്തി ബിലുജാമിൻ മിനൻ നാർ, തീക്കട്ട കൊണ്ടുള്ള ചങ്ങലക്ക് പണ്ഡിതന്മാരെ ചങ്ങലയിടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മളെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്ന വഴിയിൽ നിന്ന് ഒരിഞ്ച് നമ്മൾ പിന്നോട്ട് നീങ്ങാൻ പാടില്ല. നമ്മളെ ഉമ്മമാർ ഒരിക്കലും, നമ്മുടെ മരണപ്പെട്ടു പോയ ഉമ്മമാർ ഇവിടുത്തെ മൈതാനിയിൽ കിടക്കുന്നില്ലേ ഒരുപാട് പ്രായമുള്ള ഉമ്മമാർ, അവരാരെങ്കിലും മുസ്ലിം സ്ത്രീകൾ അന്യപുരുഷന്മാരോട് കൂടെ ഇറങ്ങി പ്രകടനം നടത്തിയതായി നിങ്ങൾക്കാർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മുസ്ലിം സ്ത്രീകൾ ആഹ്ലാദ പ്രകടനത്തിൽ ഇറങ്ങിയിട്ട് ആണുങ്ങളുടെ കൂടെ തിങ്ങി ഇങ്ങനെ നടന്നിട്ട് അങ്ങനെ നിങ്ങൾക്കാർക്കെങ്കിലും പറയാനൊക്കുമോ? ഇതെപ്പോഴാണ് ഈ പുതിയ ദീൻ ഇവിടെ ഇറങ്ങിയത്? എപ്പോഴാണ് ഈ പുതിയ ഇസ്ലാം വന്നത്? ആരാണ് ഈ ഇസ്ലാമിനെ കൊണ്ടുവന്നത്? ഒരിക്കലും പണ്ഡിതന്മാർക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. ഓ സുഹൃത്തുക്കളെ, ഒരിക്കലും പരിശുദ്ധ ഇസ്ലാമിനെതിരെ രംഗത്ത് വരുന്നതിന് അംഗീകരിക്കാൻ ഒരു മുസ്ലിം പണ്ഡിതനെന്നല്ല ഒരു മുസ്ലിമിനും പറ്റില്ല. വലാ തർക്കനൂ ഇലല്ലദീന ളലമു, അക്രമം ചെയ്യുന്നവരിലേക്ക് ചായാൻ പാടില്ല. ഫതമസ്സകുമുൽ അദാബ്, നിങ്ങളെ ശിക്ഷ പിടികൂടുമെന്ന് ഖുർആൻ. നിങ്ങൾക്കറിയോ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരു പണ്ഡിതൻ പിഴച്ചുപോയി. അവന്റെ പേരാണ് ബൽഅമൂനു ബഅുറ. അവൻ പിഴച്ചത് എന്തിന്റെ പേരിലാണ്? പണക്കൊതിയനായതുകൊണ്ടാണ്. അങ്ങനെ അവൻ പിഴച്ചുപോയി. അവനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, മസലുഹു കമസലിൽ കൽബ്, അവൻ നായയെ പോലെയായിപ്പോയി, അതപ്പതിച്ചുപോയി. നായയുടെ സ്വഭാവം എന്താണ്? നന്നായിട്ട് അറുത്ത കോഴിയെ, നാടൻ കോഴിയെ പൊരിച്ചു വെച്ചു കൊടുത്താൽ നായ തിന്നും. അതേ സമയത്ത് ആക്സിഡന്റ് ആയിട്ട് ചത്ത് നാറുന്ന കോഴിയെയും തിന്നും. ഹലാലു ഹറാമില്ല. അതേപോലെ ആയിപ്പോയി അവൻ. ഖുർആൻ പറയാണ് മസലുഹു കമസലിൽ കൽബ്. ആ ബൽഅമൂനു ബഅുറ എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം പിഴച്ചുപോയി, അദ്ദേഹം അധപ്പതിച്ചുപോയി. അദ്ദേഹം മൂസാ നബി അലൈഹി സ്വലാമിനെതിരെ ദുആ ചെയ്യാൻ വന്നതായിരുന്നു. പക്ഷെ അയാൾ ദുആ ചെയ്തപ്പോൾ അവൻ വിചാരിച്ച പോലെ ദുആ നടന്നില്ല. അവൻ മൂസാ നബിയെ പരാജയപ്പെടുത്തണേ എന്ന് കേൾക്കുമ്പോ വിജയിപ്പിക്കണേ എന്നാണ് നാവുമ്മൽ വരുന്നത്. മൂസാ നബിയുടെ ആളുകളെ വിജയിപ്പിക്കണേ എന്നാണ് നാവുമ്മൽ വരുന്നത്.
അതേ സമയത്ത് അവരുടെ എതിരാളികളെ വിജയിപ്പിക്കണേ എന്ന് ആർക്കുമ്പോ തോൽപ്പിക്കണേ എന്നാണ് നാവുമ്മൽ വരുന്നത്. അപ്പൊ ആൾക്കാരൊക്കെ അവനെതിരായി, ഞങ്ങളെ പണവും വാങ്ങി വെച്ചിട്ട് ഞങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാനടാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ആദരിക്കപ്പെടേണ്ട മൂസാ നബി അലൈഹി ഇസ്ലാമിനെതിരെ നീങ്ങിയപ്പോൾ എന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ എനിക്ക് പറഞ്ഞു തരാനുള്ളൂ. മൂസാ നബിയുടെ ബനൂ ഇസ്രായേൽ എന്ന് പറയുന്ന ജനങ്ങളെ അള്ളാഹു നശിപ്പിക്കും കേട്ടോ. അതിനെന്റെ ദുആ കൊണ്ട് നടക്കൂല. അതിനൊരു കുതന്ത്രം പറഞ്ഞു തരാം. നിങ്ങൾ നല്ല യുവതികളായ സ്ത്രീകളെ നന്നായി ചമച്ചു ഒരുക്കി നല്ല വസ്ത്രം ധരിപ്പിച്ച് സുഗന്ധം പൂശി റോട്ടിലിറക്കുക. അങ്ങനെ ഇറക്കുമ്പോൾ മൂസാ നബിയുടെ സമുദായത്തിൽപ്പെട്ട ബനൂ ഇസ്രായേലിൽപ്പെട്ട ആളുകൾ വന്നിട്ട് ചില പെൺകുട്ടികളെ കൈ തൊടാൻ നോക്കും, ചിലര് മുട്ടാൻ നോക്കും, ചിലര് പിടിക്കാൻ നോക്കും, ചിലര് കൂട്ടാൻ നോക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ തടയാൻ പാടില്ല, അനുവദിച്ചു കൊടുത്തേക്കണം സ്ത്രീകളെ. എന്നാ മൂസാ നബിയുടെ സമുദായം നശിക്കുന്നത് കാണാം. ബൽഅമൂൻ ബഅൂറാ പറഞ്ഞു കൊടുത്തതനുസരിച്ച് നല്ല സ്ത്രീകളെ രംഗത്തിറക്കി. ആ സ്ത്രീകളെയും കൊണ്ട് രംഗത്തിറക്കിയപ്പോ ചില ചെറുപ്പക്കാർ സ്ത്രീകളെ പിന്നാലെ പോകുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാം വിളിക്കുന്നു, മക്കളെ പോകല്ല, അന്യ സ്ത്രീകളാണ്, തൊടാൻ പറ്റില്ല, നോക്കാൻ പറ്റില്ല, സംഗമിക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് പോരു മക്കളെ എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹി ഇസ്ലാം വിളിക്കുമ്പോൾ യുവാക്കൾ മൂസാ നബിയെ കൈയൊഴിച്ചു. അത് പറയണ്ട മൂസ, അതൊക്കെ ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ഞങ്ങളെ ഇഷ്ടമാണ്, അത് ചോദ്യം ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞ ചെറുപ്പക്കാര് പോയി പല സ്ത്രീകളുമായി അവരെ കൈപിടിച്ച് ഹറാമുകൾ ചെയ്തപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് 4000-ഓ 7000-ഓ 70,000-ഓ വരുന്ന ബനൂ ഇസ്രായേലിനെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. ഓ സുഹൃത്തുക്കളെ, ഫലസ്തീനിൽ മുസ്ലിമീങ്ങൾ പ്രശ്നം അനുഭവിക്കുന്നില്ലേ? പല സ്ഥലത്തും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നില്ലേ? അടിസ്ഥാന കാരണം നിങ്ങൾക്കറിയാമോ? ഞാനിപ്പോൾ അതിവിടെ പറയുന്നില്ല. എല്ലാ മനുഷ്യത്വമുള്ളവരെ മനസ്സും ഫലസ്തീനിലുള്ള പാവപ്പെട്ട പിഞ്ചുകുട്ടികൾക്ക് വേണ്ടി വേദനിക്കുന്ന സമയമല്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു കാര്യം മാത്രം പറയട്ടെ, ഔഫൂ ബിഅഹ്ദികും ഔഫൂ ബിഅഹ്ദി ഊഫി ബിഅഹ്ദികും. ഞാനുമായുള്ള കരാറ് നിങ്ങൾ പാലിച്ചോ മുസ്ലിമീങ്ങളെ, എന്നാൽ നിങ്ങളോടുള്ള കരാറ് ഞാനും പാലിക്കുമെന്ന് ഖുർആനാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹുക്ക് ഇസ്സത്തുണ്ട്, അതേ റസൂലിനിക്ക് ഇസ്സത്തുണ്ട്, മുഅ്മിനീങ്ങൾക്ക് ഇസ്സത്തുണ്ട്. ഖുർആനാണ്. പക്ഷേ ഫലസ്തീനിലെ മുസ്ലിമീങ്ങളെ ഇസ്സത്ത് എവിടെ പോയി? പറയട്ടെ, അതേ അവസ്ഥ ഇന്ത്യ രാജ്യത്തേക്കും വലിച്ചുകൊണ്ടുവരല്ലേ? സ്ത്രീകൾക്ക് യാതൊരു ലക്കുല്ലഗാനമില്ലാതെ അവരെ പുറത്തിറക്കിയപ്പോൾ, അച്ചടക്കം നശിച്ചപ്പോൾ പടച്ചവന്റെ ശിക്ഷ ഇറങ്ങുന്നു. ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ ഇതേ പോക്കാണ് പോകുന്നതെങ്കിൽ ശിക്ഷ ധാരാളം കാത്തോളണേ. അള്ളാന്റെ സഹായം കിട്ടൂല കേട്ടോ. അതിനാൽ ഈമാനും തഖ്വയുമുള്ളവർ ഓർത്തോളം, അല്ലാഹുവിന്റെ ഖുർആനെ വിരോധിച്ച, ഹബീബ് നബി തങ്ങളെ വിരോധിച്ച ഒരു പ്രവൃത്തിയിലേക്കും എന്റെ ഭാര്യയെ ഞാൻ വിടൂല, എന്റെ പെങ്ങളെ ഞാൻ വിടൂല, എന്റെ ഉമ്മയെ ഞാൻ വിടൂല എന്ന ഒരു ബോധം മുസ്ലിം സമുദായത്തിനുണ്ടാകണം. അത് മുസ്ലിം സമുദായത്തിന് ഉണ്ടാക്കി കൊടുക്കേണ്ട, ഡ്യൂട്ടി എടുക്കേണ്ടവർ അത് പള്ളിയിലെ ഖതീബുമാരാണ്, പ്രസംഗിക്കുന്ന മുസ്ലിയാമാരാണ്.
പണ്ഡിതന്മാരാണ്, എഴുതുന്ന പണ്ഡിതന്മാരാണ്, ക്ലാസ് എടുക്കുന്ന പണ്ഡിതന്മാരാണ്. അവർ അത് മൂടി വെച്ചാൽ ഈ സമുദായത്തിനിറങ്ങുന്ന മുസീബത്തിനെ തടുക്കാൻ ഒരു കൂട്ടർക്കും കഴിയൂല കേട്ടോ. പടച്ച റബ്ബേ വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ. നിന്റെ ഖുർആൻ ഇത്തരം കാര്യം പറഞ്ഞ ശേഷം എല്ലാരും തൗബ ചെയ്തോളൂ, എല്ലാരും ഖേദിച്ച് മടങ്ങിക്കോളൂ എന്നല്ലേ നിന്റെ ഖുർആൻ പറഞ്ഞത്. ഞങ്ങളെ സമുദായത്തിൽ അറിവില്ലാത്ത സ്ത്രീകളോ അറിവില്ലാത്ത പുരുഷന്മാരോ അവരറിവ് കേട് കൊണ്ട് വല്ലതും സംഭവിച്ചു പോയെങ്കിൽ അവർക്ക് മാപ്പാക്കി കൊടുക്കണം റഹ്മാനെ, ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ, ഈ സമുദായത്തിന് മാപ്പാക്കണം റഹ്മാനെ, ഞങ്ങളെ നിന്റെ ശിക്ഷയ്ക്ക് വിധേയമാക്കരുത് റഹ്മാനെ. ഈ കിതാബുകളൊന്നും ഓതിപ്പടിക്കാതെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ പള്ളിയിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന മൗലവിമാര് വന്നാൽ, റോട്ടിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന മൗലവിമാര് വന്നാൽ, നിങ്ങൾ ഒരിക്കലും അവരെ ചതിയിൽപ്പെട്ട് ഫാത്തിമ ബീവിയുടെ കൂടെ സ്വർഗത്തിൽ കടക്കുന്നത്, ആയിഷ ബീവിയുടെ കൂടെ സ്വർഗത്തിൽ കടക്കുന്നത് നഷ്ടപ്പെടുത്തല്ലേ. പരിശുദ്ധ ഇസ്ലാം അത് നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്നതാണ്, മുൻഗാമികളായ ആലിമീങ്ങൾ കാണിച്ചു തന്നതാണ്. മഹാനായ ശംസുൽ ഉലമ ഈക്കിയബുക്ക് മുസ്ലിയാർ അല്ലാഹു അവിടുത്തെ ഖബറിൽ സന്തോഷം നൽകട്ടെ. അതേപോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹു അവിടുത്തെ ഖബറിൽ സന്തോഷം നൽകട്ടെ. ഓക്കെ ഉസ്താദ് അല്ലാഹു ഖബറിൽ സന്തോഷം നൽകട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ അല്ലാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ ഈ ഭാഗത്ത് വലിയ ആലിമായിരുന്നു മഹാനായ മർഹൂം കിയന ഉസ്താദ് അല്ലാഹു അവിടുത്തെ ഖബറിൽ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എത്ര വലിയ വലിയ ആലിമീങ്ങളെ കണ്ടവരാണ് നമ്മൾ. അവരാരും അവരെ ഭാര്യയെ പള്ളിയിലേക്ക് അയച്ചില്ല. നമ്മൾ വലിയ വലിയ സയ്യിദന്മാരെ കണ്ടു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, പാണക്കാട് പൂക്കോയ തങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് എത്ര സയ്യിദന്മാർ, വലിയ പ്രഗത്ഭരായ സയ്യിദന്മാർ കഴിഞ്ഞുപോയി. അവരാരും അവരെ ഭാര്യമാരെ പള്ളിയിലേക്ക് അയച്ചില്ല, അവരെ പെൺകുട്ടികളെ പള്ളിയിലേക്ക് അയച്ചില്ല. കാരണം അവരുടെ കൂടെ സ്വർഗത്തിൽ അവരുടെ ഭാര്യമാരുണ്ടാകണമെന്ന നിർബന്ധമാണ്. അതുകൊണ്ടാണ് മൊയ്തു മുസ്ലിയാർ അയക്കാത്തത്, അതുകൊണ്ടാണ് ഞാനും അയക്കാത്തത്. എന്റെ ഭാര്യ എന്റെ കൂടെ സ്വർഗത്തിൽ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്, എന്റെ പെങ്ങള് സ്വർഗത്തിൽ കിടക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിന് മുമ്പ് കഴിഞ്ഞു പോയ ആ മഹാന്മാരായ അഹ്മദ് കോയ സാലിഹത്തിയോ, ശംസുൽ ഉലമ ഖുത്ബി തങ്ങളോ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവറുകളോ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവറുകളോ അയച്ചില്ലെന്ന് മാത്രമല്ല, അതിനു മുമ്പ് നൂറുകണക്കിന് കറാമത്ത് കണ്ട ഉമർ ഖാദി കേരളത്തിൽ ജീവിച്ചു പോയില്ലേ? ഉമർ ഖാദി അയച്ചോ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക്, അതേ മഹാനായ മമ്പറം നിങ്ങൾ അയച്ചോ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക്. അതുപോലെ അതിനു മുമ്പ് കഴിഞ്ഞു പോയ സൈനുദ്ദീൻ മഖ്ദൂബ് തങ്ങൾ പറഞ്ഞേച്ചോ? ഇല്ലല്ലോ. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രഗൽഭനായ പണ്ഡിതന്മാരിൽ പ്രമുഖനല്ലേ? ഏറ്റവും മുഅ്തമദായ തുഹ്ഫ എഴുതിയ പണ്ഡിതനല്ലേ? മഹാനവറുകൾ പറഞ്ഞേച്ചോ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് പോകട്ടെ. അതിനു മുമ്പ് കഴിഞ്ഞു പോയ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി തങ്ങൾ പറഞ്ഞേച്ചോ? അല്ല, ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞേച്ചോ? അതിനു മുമ്പ് കഴിഞ്ഞു പോയ ഇമാം സുബക്കി റളിയല്ലാഹു അൻഹു പറഞ്ഞേച്ചോ? പോകട്ടെ, ഇബ്നു തൈമിയ പറഞ്ഞേച്ചോ? ഇബ്നുൽ ഖയ്യിം പറഞ്ഞേച്ചോ? പുത്തൻവാദികൾ എടുത്തു പറയുന്ന പണ്ഡിതന്മാര് പോലും അവരെ ഭാര്യമാരെ പള്ളിയിലേക്ക് അയച്ചിട്ടില്ലല്ലോ. ഇനി അതിന്റെയും മേലോട്ട് പോയാൽ ഇമാം നവവിയോ, ഇമാം ഗസാലിയോ, ഇമാമുൽ ഹറമൈനിയോ, ഏതെങ്കിലും ഇമാമിങ്ങൾ പറഞ്ഞേച്ചോ? ഇല്ലല്ലോ. ഈ വിവരം നമ്മുടെ പുതിയ തലമുറയായ പെൺകുട്ടികൾക്ക് പഠിപ്പിക്കണം. എല്ലാ പെൺകുട്ടികൾക്കും പഠിപ്പിക്കണം, എല്ലാ ആൺകുട്ടികൾക്കും പഠിപ്പിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പറയുന്ന വേദികൾ ഇപ്പൊ വളരെ കുറഞ്ഞു പോയി, അത് പ്രചരിപ്പിക്കുന്ന വേദികൾ കുറഞ്ഞു പോയി. ഓ എന്റെ SSFന്റെ പ്രവർത്തകരെ, SYSന്റെ പ്രവർത്തകരെ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ, നിങ്ങളെങ്കിലും ഇക്കാര്യം ഏറ്റെടുക്കണമെന്ന് ഞാൻ ഓർമ്മ
ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ സുന്നത്ത് ജമാഅത്ത് പറയുന്ന വേദികൾ കുറഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇസ്ലാം അറിയില്ല, പുരുഷന്മാർക്കറിയില്ല, ചെറുപ്പക്കാരികൾക്കറിയില്ല, ഖുർആൻ എന്ത് പറയുന്നു എന്നറിയില്ല, ഹദീസ് എന്ത് പറയുന്നു എന്നറിയില്ല. നമ്മൾ വെറും സാന്ത്വനം മാത്രം നടത്തിയാൽ പോരാ. അതേപോലെ തന്നെ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം പോരാ. ഏത് മനുഷ്യർക്കൊപ്പം നിന്നാലും നിന്നില്ലെങ്കിലും ഞാൻ പറയട്ടെ, നമ്മളെ ഈമാന് രക്ഷിക്കണം. ഈമാൻ രക്ഷിക്കണമെങ്കിൽ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം. അതിനുവേണ്ടി അധ്വാനിക്കണം. അതിനുവേണ്ടിയുള്ള ക്ലാസുകൾ നടക്കണം. കുറെ ആളുകളെ സുഖിപ്പിച്ചാൽ പോരാ. സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം. സുന്നത്ത് ജമാഅത്തിനെതിരായ ആശയത്തോട് ജനങ്ങളെ മനസ്സിൽ വിരോധമുണ്ടാകണം. ഇതുപോലെ ഈമാനിനെതിരായ ആശയങ്ങളോട് ജനങ്ങളെ മനസ്സിൽ വെറുപ്പുണ്ടാകണം. നേരെ മറിച്ച് ഏത് തെറ്റായ ആശയത്തിനും അംഗീകാരം നൽകുന്ന വിധം എല്ലാവരും ഒരുപോലെ എന്ന ഒരു ചിന്ത അതൊരിക്കലും ശരിയല്ല കേട്ടോ. അഫ്ദലുൽ അഅമാലി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള അമല് പടച്ചവന് വേണ്ടി സ്നേഹിക്കലാണ്, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കലാണ്. അതേ, യുക്തിവാദിയോടും സ്നേഹം, നിരീശ്വരവാദിയോടും സ്നേഹം. അതെ, അത് വേറെ മതക്കാരാണെങ്കിൽ നമുക്കത് പ്രശ്നമല്ല. അതേസമയത്ത് നമ്മുടെ മതത്തിൽപ്പെട്ട ഒരാൾ ഇസ്ലാമെന്ന് രാജിവെച്ചാൽ അവനും ആദരവാണോ സുഹൃത്തുക്കളെ? പാടില്ലല്ലോ. അതുപോലെ ഒരാൾ സുന്നത്ത് ജമാഅത്ത് വിട്ടാൽ അവനും ആദരവാണോ? എങ്കിൽ പിന്നെ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കുമോ? അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം.